അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയമുള്ളവരെ, വിശ്വാസികളെ, മുസ്ലിം സമുദായമേ, ആലിമീങ്ങളെ എല്ലാവരും മനസ്സിലാക്കേണ്ടതാണ്. ഇവിടെ നമ്മൾ ഉറൂസിൻ്റെ പേരിൽ ഒരുപാട് കാട്ടിക്കൂട്ടലുകൾ, ഉത്സവം, ചെണ്ടമുട്ടലും മദ്ദള മ്യൂസിക്കും, സ്ത്രീ പുരുഷന്മാർ കലരി ചെയ്യുന്നതും ആനി ചവിട്ടി മരിക്കലും, ഇതെല്ലാം ഒരുപാട് വീഡിയോകൾ നമ്മൾ കാണിച്ചിട്ടുണ്ട്. നിങ്ങൾ കണ്ടവരാണ്. എവിടെയാണ് നടക്കുന്നത്, ഇതാരാണ് ചെയ്യുന്നത്, ഇതിൻ്റെ നേതൃത്വം ആരാണ്, ഇതിന് ദുആ ചെയ്ത് തുടങ്ങി കൊടുക്കുന്നത് ആരാണ്, പിന്നെ അവിടെ എന്തെല്ലാം ഭീമ പള്ളിൻ്റെ ഇതെല്ലാം കണ്ടല്ലോ നിങ്ങൾ. എന്താണ് അവരുടെ തലയിൽ വെച്ച് പോകുന്നത്, എന്താണ് നേർച്ച വെക്കുന്നത്, എന്താണ് അവർ അവിടെ ചെയ്യുന്നത്, കാട്ടിക്കൂട്ടുന്നത്, ഇതെല്ലാം അവിടെ മുറപ്പെട്ട് കിടന്ന ഔലിയാക്കന്മാരാണെങ്കിൽ അവർക്ക് ഇതെല്ലാം പൊരുത്തമാണോ, അതല്ല ഔലിയാക്കന്മാർ പറഞ്ഞു മരിച്ചതാണോ, മരണപ്പെടുമ്പോൾ ഇതെല്ലാം ചെയ്യണമെന്ന് പറഞ്ഞതാണോ, ആരുടെ ഇതൊരു രീതിയാണിത്? ഇത് നമ്മുടെ മതത്തിലുള്ളതല്ല, മറ്റവരുടെ മതത്തിൽ പോലും ഇത്രയും ഇല്ല എന്ന് എനിക്ക് പറയാം. അപ്പോൾ ഇവിടെ ഇതെല്ലാം നമ്മൾ കാണിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യാൻ പാടില്ല എന്ന് പറയുന്ന ആലിമ്യങ്ങളില്ലെങ്കിലും സാധാരണക്കാരാണെങ്കിലും പറയുന്നു. സാധാരണക്കാർ ഇതിനെ പറയാൻ സുന്നികൾ തന്നെ പറയുന്നത് കൊണ്ട്, ഇവർ സുന്നികളാണെങ്കിലും ആരാണെങ്കിലും ഇവർക്ക് പൊരുത്തമില്ലാത്തത്, ഇവർക്ക് ലാഭമില്ലാത്തത്, ഇവർക്ക് പറയാൻ കഴിയാത്തത്, പറയാൻ ചങ്കൂറ്റമില്ലാത്തതിനെ മറ്റാരാണെങ്കിലും പറഞ്ഞ് കാണിച്ചാൽ, ചൂണ്ടിക്കാണിച്ചാൽ അവരെല്ലാം ഇവർക്ക് മുജാഹിദും തബ്ലീഗും നിരീശ്വരവാദിയും ഇതുപോലെയാണ് അവർ ചിത്രീകരിക്കുന്നത്. അവരുടെ ലക്ഷ്യം ഈ പറയുന്ന കുറേ അടക്കിയിരുത്തുന്നതാണ്. അടങ്ങിയിരിക്കണം, ഒന്നും നമ്മൾ എന്ത് ചെയ്താലും സംസാരിക്കാൻ പാടില്ല, പറഞ്ഞ് കാണിക്കാൻ പാടില്ല, തെറ്റുകൾ ചൂണ്ടിക്കാണിക്കരുത്. ഇവർ പേഴ്സണലായി ചെയ്യുന്ന തെറ്റുകൾ ഒരുപാട് കാണിച്ചിട്ടുണ്ടെങ്കിലും അവർക്ക് പൊരുത്തമല്ല, ഇതെല്ലാം കാണിക്കാൻ പാടില്ല, അതെല്ലാം നമ്മൾ ചെയ്യുന്നു, നിങ്ങൾ പറഞ്ഞ് കാണിക്കരുത്, അതും നമ്മളും അള്ളാഹുമായി അത് ചെയ്തു കൊള്ളാം എന്നാണ് ഇവരുടെ ഒരു വാദം. ഏതാണെങ്കിലും ഇവരെ കണ്ടുപഠിക്കുന്ന, ഇവർ പഠിപ്പിക്കുന്ന, ഇവർ പറഞ്ഞതെല്ലാം കേൾക്കുന്ന സമുദായമുണ്ടല്ലോ, അവർക്ക് അതിൻ്റെ സന്ദേശം അല്പമെങ്കിലും എത്തണമെങ്കിൽ നമ്മളെപ്പോലെയുള്ളവർ പറയണം, എത്തും ഇൻഷാ അല്ലാഹ്. ഏതായാലും സത്യം എപ്പോഴെങ്കിലും ഇത് വിജയിക്കും. അതുപോലെ ഒരാളാണെങ്കിലും നരകത്തിനെ തൊട്ട് കാത്താൽ, നരകത്തിലേക്ക് പോകുന്നതിനെ തൊട്ട് നമ്മൾ കാത്താൽ അതിന് നമുക്ക് നല്ല പ്രതിഫലമുണ്ട്. അതുപോലെ നമ്മൾ ഇവിടെ കാണിക്കാൻ പോകുന്നത് ഇതുപോലെയുള്ള കാട്ടിക്കൂട്ടലും ഒരു ഉത്സവം, ഉറൂസിൻ്റെ കാര്യത്തിൽ ഒരു യുവാവ് ചോദിക്കുന്നുണ്ട് ഒരു ചോദ്യം. ആ ചോദ്യത്തിന് മറുപടി പറയാൻ ജാഫർ സക്കാഫി അൽ ഹസാരി കയ്പമംഗലം ഇദ്ദേഹമാണ്. ഇദ്ദേഹം ഒരു ഉത്തരവാദിത്വവും ഇല്ലാത്ത രീതിയിൽ, അദ്ദേഹത്തിൻ്റെ മുഖച്ഛായ നോക്കിയാൽ കാണാം അദ്ദേഹം മറുപടി പറയാൻ വന്നതാണോ, അദ്ദേഹത്തോട് ചോദിക്കണോ, അദ്ദേഹത്തിൻ്റെ ഒരു അവസ്ഥയോ, ഇതാണ്. അപ്പോൾ ബഹുമാനമുള്ളവരെ, ഇദ്ദേഹം പറഞ്ഞതായിരിക്കുന്ന ഉത്തരവാദിത്വമേ ഇല്ലാത്ത ഒരു വാക്കുകളും പ്രവർത്തനവുമാണ്. ഇതിൽ വിശ്വാസികളോ അതല്ലെങ്കിൽ ഇവർ വിശ്വസിക്കുന്നതിനെ വിശ്വസിക്കുന്നവരോ ആരാണെങ്കിലും ഒരു മനസ്സിലാകുന്ന രീതിയിൽ വേണ്ടേ. ചോദിക്കുന്നവനിക്ക് നല്ല ഒരു മറുപടി കൊടുത്തില്ലെങ്കിലും ഇതുപോലെ കാണുന്ന ഒരു ഉസ്താദ് പറയുന്നതാണ് എന്ന് കാണുന്ന വീക്ഷിക്കുന്നവർക്ക് വേണ്ടി ആണെങ്കിലും ഇദ്ദേഹം നല്ല രീതിയിൽ അത് പറഞ്ഞു കൊടുക്കേണ്ട ഉത്തരവാദിത്വം ഇദ്ദേഹത്തിനുണ്ടായിരുന്നു. ആ ഉത്തരവാദിത്വത്തിനെ ഇദ്ദേഹം നിറവേറ്റില്ല. ആരെയോ കുറ്റപ്പെടുത്തുന്നതാണ് ഇവർ ചെയ്യുന്ന കാര്യത്തിന്, ആരെയോ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തിയും കൊണ്ട് ഇദ്ദേഹം രക്ഷപ്പെടാൻ നോക്കുന്നതാണ്. അത് നിങ്ങൾ കാണണം, കണ്ട് നിങ്ങൾ തന്നെ അതിന് മറുപടിയും പറയണം. ഇൻഷാ അല്ലാഹ് കാണുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഉറൂസ് മുബാറക്ക് എന്ന ഓമനപ്പേരിൽ നമ്മുടെ നാടുകളിൽ നടന്നുകൊണ്ടിരിക്കുന്ന പരിപാടികൾ മൊത്തം ഓവറാണ്. എന്താണ് ഇന്ന് നടക്കണേ? കോട്ടും പാട്ടും ആട്ടവും ചാട്ടവും. ചിലപ്പം കാണാം ഉറൂസിൻ്റെ പേരിൽ, ഉറൂസിനോടനുബന്ധിച്ച് ഒരു സിയാറത്ത് യാത്ര. എന്നിട്ട് അവിടെ ചെന്നിട്ട് എന്താ ചെയ്യണേ?
മൊത്തം ആണും പെണ്ണും ഇടകലർന്ന് ഖബറിനൊക്കെ സുജൂദ് ചെയ്ത്. ഏറ്റവും വലിയൊരു സങ്കടം എന്താ വെച്ചാൽ ഇതിനൊക്കെ നേതൃത്വം കൊടുക്കുന്നത് ആരാ? ഇതിനെ ശക്തമായി വിരോധിക്കേണ്ട പണ്ഡിതന്മാർ. എന്തുകൊണ്ട് ഈ പണ്ഡിത സമൂഹം ഇതിനെതിരെ ശക്തമായി രംഗത്ത് വരുന്നില്ല എന്നുള്ളതാണ് ചോദ്യം. ഭയങ്കര ചോദ്യമാണത്. ഒരുമിച്ച് രംഗത്ത് വരേണ്ട കാര്യമാണ്. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഒരുമിച്ച് നിന്ന് പ്രവർത്തിക്കണം നമ്മളൊക്കെ. ചോദ്യകർത്താവിൻ്റെ പ്രതിനിധികൾ എന്തിനു പ്രതിനിധീകരിച്ചാണ് ചോദ്യം? ഇവിടെ പരിസരങ്ങളിലൊക്കെ അങ്ങനെ ചില സംഗതികളൊക്കെ നടക്കുന്നുണ്ട്, പല ഭാഗങ്ങളിലും നടക്കുന്നുണ്ട്. അത് പലവരും നടത്തുന്നത് കൊണ്ടാണല്ലോ അത് നടക്കണത്. വെറുതെ നടക്കൂലല്ലോ. ആരാണത് നടത്തണോ? അവിടെയാണ് ഇപ്പം അതിൻ്റെ വിഷയമുള്ളത്. അത് ഇവിടെ ഈ ഉറൂസും ഈ മധുവൊക്കെ പറയുന്ന സംഘം അത് നടത്തിയിട്ടില്ല, നടത്താൻ പറഞ്ഞിട്ടില്ല എന്നല്ല, നടത്തരുത്, നടത്താൻ പാടില്ല എന്നവർ പറഞ്ഞിട്ടുമുണ്ട്. എന്നിട്ടും നടത്തുന്നുണ്ടെങ്കിൽ അത് ആരായിരിക്കും? പറഞ്ഞിട്ടാൽ തോന്നുന്നത് നടത്തുന്നത് ഇവിടുത്തെ മുജാഹിദുകളോ ജമാഅത്തെ ഇസ്ലാമിക്കാരോ ആണെന്ന്. ഇത് വ്യക്തമാണ്. ഇത് ആരാ നടത്തുന്നത്? ഇവിടുത്തെ സുന്നി പണ്ഡിതന്മാർ. അത് മുജാഹിദീങ്ങളെ പേരിൽ ചാർത്തിയിട്ട് കാര്യമില്ല. അവര് ശക്തമായി അതിനെ എതിർക്കുകയും അതിനു വേണ്ടി ഫുൾ ടൈം അതിനെതിരിൽ എഴുതുകയും പ്രസംഗിക്കുകയും ചെയ്യുന്നവരാണ്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അപ്പൊ അതൊരു വിഷയമാണ്. പണ്ഡിതന്മാർ പറഞ്ഞു കഴിഞ്ഞാൽ അത് പിന്നെ അവിടെ നടക്കൂല എന്നാണ് പറയുന്നത്. അതൊരു നല്ലൊരു പോയിന്റാണ്. അങ്ങനെയാണെങ്കിൽ ഇനി ആ ഒരു പ്രയാസം വേണ്ട. പണ്ഡിതന്മാർ പറയാത്തോണ്ടുള്ളൊരു ബുദ്ധിമുട്ടാണെങ്കിൽ ഇതാ പറയുന്നു, ഒരിക്കലും അങ്ങനെ നടത്തരുത്. ആണും പെണ്ണും കലരണ്, കൊട്ടും പാട്ടും നടക്കണ്, കള്ളും കഞ്ചാവും നടക്കണ്, അതിന്റെ പേരിൽ സംഘം കൂടി എന്തൊക്കെയോ കാട്ടിക്കൂട്ടണ്. ഇതെല്ലാം പണ്ഡിതന്മാരാണ് എന്ന് പറഞ്ഞപ്പോ അതിന്റെ ഒരു കുറവ് ഇപ്പൊ പണ്ഡിതന്മാർ പറഞ്ഞിട്ടാണ് നീങ്ങുന്ന ഉറപ്പാണെങ്കിൽ പറഞ്ഞു കഴിഞ്ഞു ഇനി അടുത്തോളം ഉണ്ടാകാൻ പാടില്ല. ഇവിടെ പണ്ഡിതന്മാർ പറയുന്ന പല കാര്യങ്ങളും പറയൽ അവിടെ നടക്കുന്നുണ്ട്, അതിനെതിരെ ഇവിടെ ചെയ്യുന്നവർ ചെയ്യുന്നുമുണ്ട്. അത് ഈ ലോകത്ത് അന്ന് മുതൽ ഇന്ന് വരെ അങ്ങനെ നടക്കുന്നുണ്ട്. അപ്പൊ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, ഇവിടെ ഇതൊക്കെ പറയുന്ന സുന്നത്തി ജമാഅത്തിന്റെ ഉലമാക്കൾ, മുഷാവറ, അത് ഇന്ന സംഘം ഇന്ന സംഘടന എന്നൊന്നും നിങ്ങൾ വേർതിരിക്കണ്ട. അതിലെ പണ്ഡിതന്മാർ അവരുടെ അഭിപ്രായം അവർ പറയുന്നു. ഇന്ത്യ രാജ്യമാണ്, ഇവിടുത്തെ നിയമങ്ങളുണ്ട്, ഇവിടെ നിയമം നടപ്പാക്കുക എന്ന് പറയുന്നത് അതിന് നിയമപാലകരുണ്ട്. അവരാണ് ഇവിടുത്തെ ഇന്ത്യയുടെ നിയമത്തിനെതിരോ ഇവിടുത്തെ രാജ്യം പറഞ്ഞതിനെതിരോ വല്ലതൊക്കെ നടക്കുമ്പോഴാണ് അവരിടപെടുക. പണ്ഡിതന്മാർക്ക് ഇത് പറഞ്ഞു കൊടുക്കാം. ഈ രണ്ട് പണ്ഡിതന്മാരും സഭയും പറഞ്ഞിട്ടും കേൾക്കാതെ നടത്തുന്ന ടീം ആരായിരിക്കും? പണ്ഡിതന്മാരെ അംഗീകരിക്കാത്തവർ ആയിരിക്കും. പണ്ഡിതന്മാരെ അംഗീകരിക്കുന്നവരും നമ്മുടെ നാട്ടിലുണ്ട്, അംഗീകരിക്കാത്തവരും ഉണ്ട്. പണ്ഡിതന്മാർ പാടില്ല എന്ന് പറഞ്ഞിട്ടും ഇതുപോലെ കള്ളുണ്ട്, അവിടെ കള്ളുടിച്ച് ആടുന്നുണ്ട്, കള്ളുടിച്ച് ആടല്ല മോനെ എന്ന് പണ്ഡിതൻ പറഞ്ഞിട്ടുണ്ട്, കേൾക്കണില്ല. അപ്പൊ പണ്ഡിതൻ പറഞ്ഞത് കേൾക്കാത്ത സംഘത്തിലാണ് ആ ടീമുള്ളത്. അപ്പൊ അവരെ നിയന്ത്രിക്കുന്നത് പണ്ഡിതന്മാരെ സ്വീകരിക്കാത്തവർ ആണ്. പണ്ഡിതന്മാരെ സ്വീകരിക്കുന്നവർക്കാണ് സുന്നികൾ എന്ന് പറയാ, സ്വീകരിക്കാത്തവരാണ് വഹാബികൾ. ഇത് നടത്തിയത് അവരാന്ന് നമുക്ക് അഭിപ്രായമില്ല, അത് ഞാൻ പറയുന്നില്ല. പക്ഷേ പണ്ഡിതന്മാരെ സ്വീകരിക്കാത്തവരാണ്, അതിൽ തർക്കമില്ല. പണ്ഡിതന്മാരെ സ്വീകരിക്കാത്തവരിൽ എന്തായാലും സുന്നികളില്ല, മുജാഹിദ് ഉണ്ട് താനും. അപ്പോൾ പിന്നെ പണ്ഡിതന്മാരെ താറടിക്കാൻ, ഇതുപോലെ ഇതിനെ ഒന്ന് വെടക്കാക്കി ഒഴിവാക്കാൻ ഇതിന്റെ പിന്നിൽ അവരെ പൈസ ഇറങ്ങിയിട്ടുണ്ടോ എന്ന് അന്വേഷിക്കാൻ ഇവിടുത്തെ ടീമുകൾ ആളുകളെ നിശ്ചയിക്കണം. ശരിക്കൊന്ന് പരതി പോയി കഴിഞ്ഞാൽ അവിടെ കള്ള് വിതരണം ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ പോയി കഴിഞ്ഞാൽ ഇവരിൽ ഏതെങ്കിലും ഒരു സംഘം ഉണ്ടാവും. ഒന്നുകിൽ ഒരു യുക്തിവാദി, അല്ലെങ്കിൽ അർദ്ധയുക്തിവാദി. ഈ വിശ്വാസമൊക്കെ ഒന്ന് മലീമസമായി കാണണം, ഇതൊക്കെ ഒന്ന് തകർക്കണം. എന്നിട്ട് ഇങ്ങനെ വീഡിയോ എടുത്തിട്ട് കണ്ട 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 പിറ്റേ ദിവസം തന്നെ ഇത് ഇട്ടുട്ടാ കറക്റ്റ്. അപ്പൊ ഈ ക്യാമറ അവിടെ കറക്റ്റ് ആയിട്ട് ഉണ്ട് എന്നർത്ഥം. ഇവര് ആടാൻ വേണ്ടി ടീമിനെ വിടുക, ആടിന് ഓരോ നല്ല ലൈറ്റത്ത് എടുത്ത് കറക്റ്റ് റെക്കോർഡ് ചെയ്യുക, എന്നിട്ട് അത് ഇവര് തന്നെ അപ്ലോഡ് ചെയ്യുക. ഇത് ഇവർക്ക് പർച്ചേസ് ചെയ്യണതാണ്. ഇവർ ഈ ഉറൂസ് മുബാറക്ക് വരുമ്പോ അവരുടെ ബിസിനസ് കൊഴിപ്പിക്കാനുള്ള പർച്ചേസ് ചെയ്യണ മേഖലയാണ് ഉറൂസ്. അവരുടെ ബിസിനസ് മനസ്സിലായില്ലേ? അവരാളുകളെ എങ്ങോട്ട് ക്ഷണിക്കുന്നു, അവർ ഏത് തൗഹീദ് എന്ന പേരിൽ എന്താണ് അവിടെ പ്രചരിപ്പിക്കാൻ അവർ പൈസ വാങ്ങിയിട്ടുള്ളത്, ആ ഉത്തരവാദിത്തം അവർ നിർവഹിക്കാൻ ഇത്തരം വേദികളിൽ അവർ അത്തരം സമയങ്ങളിൽ വരും. ആളുകളെ കൊണ്ട് ഇതെല്ലാം ചെയ്യിക്കും, എന്നിട്ട് അത് റെക്കോർഡ് ചെയ്യും.
അപ്പൊ ഇങ്ങനെ പറയാം നമുക്ക്. അങ്ങനെ വല്ല ഉറൂസ് പറഞ്ഞിട്ടും കേൾക്കണില്ലെങ്കിൽ അത് വഹാബി ഉറൂസ് എന്ന് വേണമെങ്കിൽ അതിനെ നമുക്ക് പരിചയപ്പെടുത്താം. എന്താ നിങ്ങളുടെ അഭിപ്രായം? അങ്ങനല്ലേ? സുന്നികൾ പറഞ്ഞിട്ട് കേൾക്കാത്തൊരു ഉറൂസ്, അതിന്റെ പേരെന്താ? വഹാബി ഉറൂസ്. അതിന്റെ കറക്റ്റ് ഫിറ്റ് ആണെന്ന് ഞാൻ മനസ്സിലാക്കണം. വഹാബി ഉറൂസ് ഏതായാലും ഇതുവരെ കേൾക്കാത്ത ഒരു പുതിയ അതാണ് ഇതുവരെ കേൾക്കാത്തത് ആണ് വഹാബി ഉറൂസ്, വഹാബി റബീഉൽ അവ്വൽ. ഉസ്താനത് കറക്റ്റ് എങ്ങനെ മനസ്സിലായി എന്നുള്ള നമുക്കൊരു ഇഷ്കാലുണ്ട്. അതെ അത് മനസ്സിലായത് ഇഷ്കാൽ ഉണ്ടാവുമല്ലോ സ്വാഭാവികമായിട്ട്. ഇതിപ്പോ എന്തോ ഒരു ബേജാറുള്ള പോലത്തെ ഒരു സംസാരമാണുള്ളത്. എന്ന് പറഞ്ഞാൽ ഈ പറയുന്നതാണ് ഇവിടെ പ്രശ്നം. ഞാൻ പറയുന്നത് വഹാബി റബീഉൽ അവ്വൽ അതെങ്ങനെയാ നിങ്ങള്? വഹാബി റബീഉൽ അവ്വൽ എന്ന് പറഞ്ഞാൽ പണ്ഡിതന്മാർ പറയാത്തത് ചെയ്താൽ അത് പണ്ഡിതന്മാർ പറഞ്ഞത് കേൾക്കാത്തവരുടെ റബീഉൽ അവ്വൽ. അപ്പൊ വഹാബി റബീഉൽ അവ്വൽ. അപ്പൊ ഇനി അടുത്ത കൊല്ലം വേണമെങ്കിൽ ഇവര് കുറച്ച് പൈസ കൊടുത്തിട്ട് 2 ടീമിനെ വേഷം കെട്ടിച്ച് എന്തൊക്കെ നടക്കണമെന്നുള്ള നാട്ടില്. ഇവിടെ പള്ളി ഇങ്ങനെയാണെന്ന് പറയണമെങ്കിൽ അതിന് മുമ്പ് എന്തൊക്കെ ചെയ്യണമെന്ന് അവർക്കറിയാം. ഇനി വേറെ ഏതെങ്കിലും ഒരു പള്ളി, അത് പള്ളി അല്ലാന്ന് ഒരാൾക്ക് പറയാൻ ബോധ്യമുണ്ടോ? അതിന് മുമ്പ് അവിടെ എന്താ ചെയ്യേണ്ടതെന്ന് അവർക്കറിയാം. അവർ ചെയ്യും അത്. ഇതൊക്കെ ഒരു ആശയത്തെ തച്ചു തകർക്കാൻ, ഊതിക്കെടുത്താൻ പൂതി വെച്ച് നടക്കുന്നവരാണ് ഇവർ. അപ്പൊ അതുകൊണ്ട് അടുത്ത റബീഉൽ അവ്വൽ ഇങ്ങനെ പറഞ്ഞ ആൾക്കാർക്ക് മഹബത്ത് വരണ്ട പറഞ്ഞ ആൾക്കാർ സ്വീകരിക്കുമോ? ഒരു നേതാവിനെ വിളിക്കണ്ടെന്ന് പറഞ്ഞാൽ സ്വീകരിക്കുമോ? മദ്ഹ് ചെല്ലണ്ടെന്ന് പറഞ്ഞ ആൾക്കാർ സമ്മതിക്കുമോ? ഞങ്ങൾ നേതാവിനെ മതി, ഞങ്ങൾ വിചാരം ചോദിക്കാന്ന് പറയൂലേ? അപ്പൊ ആളുകളൊക്കെ പാടില്ല എന്ന് പറഞ്ഞ സംഗതികൾ അതിനിടയിൽ കയറ്റണം. അതിന് പൈസ കൊടുത്തിട്ടെങ്കിലും കയറ്റിക്കണം. അങ്ങനെ അടുത്ത കൊല്ലം ഒരു പക്ഷേ ഇവര് പൈസ കൊടുത്ത ആളെ വാടകയ്ക്ക് ഇറക്കും, സാധ്യതയുണ്ട്. ഇവിടെ പല ഇടങ്ങളിലും അങ്ങനെ കാണുമ്പോഴൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇത് നിങ്ങൾ എല്ലാവരും എടുത്തു വെക്കണം. അപ്പൊ ഉസ്താദെ, ഞങ്ങളുടെ നാട്ടിൽ റബീഉൽ അവ്വൽ പെണ്ണുങ്ങളൊക്കെ പാടെ റോട്ടിൽ കിടന്ന് ചാടിക്കണ്. നമ്മളങ്ങനെ പറഞ്ഞിട്ടില്ലല്ലോ. മെറ്റോല് ഇറങ്ങിയിട്ടാ റബീഉൽ അവ്വൽ തുടങ്ങിയിട്ട മക്കള്. നമ്മുടെ പള്ളിയിൽ മര്യാദക്ക് അമല് നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോഴോ അവർക്കത് പൊളിക്കണം. നമ്മളെ പള്ളിക്കൊക്കെ അത് പൊളിക്കാൻ വന്നാൽ നമ്മൾ സമ്മതിക്കൂല. വേറെ പള്ളി ഉണ്ടാക്കിയില്ലേ? മലയാളത്തിൽ ഒരു തല്ലുകൂടിയില്ല, അങ്ങോട്ട് കൊണ്ടുപോയി മിമ്പർമേൽ പൊരിഞ്ഞടിയല്ലേ അല്ലേ അന്ന് സംഭവം? അങ്ങനെ ഓല് പള്ളിയൊന്നും ഉണ്ടാക്കൂല. ഉണ്ടാക്കിയില്ലേ നമ്മുടെ കേരളത്തിൽ? ലോകത്തൊക്കെ അവരുണ്ടാക്കിയില്ലേ പള്ളി? എന്തിന്? മര്യാദക്ക് പോകുന്ന പള്ളി അവർക്ക് കിട്ടൂലെങ്കിൽ അവരെ പൈസ അവർക്ക് ഇറക്കി കൊടുക്കാൻ ആളുണ്ട്. അവരത് വെച്ച് പള്ളി പണിയും. മുസ്ലിം പേരിൽ അവർ ഈ ഷിർക്ക് അവർ പ്രചരിപ്പിക്കും. അല്ലാഹു അല്ലാത്തവരിലേക്ക്, ഈ ഭൗതിക ലോകത്തേക്ക്, ഇത് മാത്രമാണ് എല്ലാം എന്ന ബോധ്യത്തിലേക്ക്, ജനങ്ങളെ നിരീശ്വരവാദത്തിലേക്ക് അവർ കൊണ്ടുപോകാൻ അവര് പള്ളി പണിയും, പൈസ ഇറക്കിക്കും. അതിനുവേണ്ടി ഒരു കരയും, ഒരു നൊലോളിക്കും, ഒരു ബക്കറ്റ് പിരിക്കും, സ്വർണം വാങ്ങും, ഒക്കെ ചെയ്യും. അപ്പൊ അങ്ങനെയൊക്കെ ഒരു പള്ളി വരെ ഉണ്ടാക്കിക്കണെങ്കിൽ പിന്നെ റബീഉൽ അവ്വൽ നടത്തും. അപ്പൊ അടുത്ത കൊല്ലം നമ്മൾ സൂക്ഷിച്ചിരിക്കണം. 2 സംഘം ഇവിടെ റബീഉൽ അവ്വൽ നടത്തും. ഒന്ന് പണ്ഡിതന്മാർ പറയുന്നത് കേൾക്കുന്ന ഒരു സംഘം, അവരെ അടയാളം എല്ലാവർക്കും അറിയാം. പിഴച്ച് പോണേ മനസ്സിലാക്കി. ചങ്ങായി ആരും ഇതിന്റെ പിന്നിലുണ്ടല്ലോ, ഒന്ന് പോയി നോക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് കാണൂല. പിന്നിന്റെ പിന്നില് അതുണ്ടാവും. ഒരു പൈസക്കെങ്കിലും ഇല്ലാതായി കഴിഞ്ഞാൽ അവർക്ക് വിഷമ. ഉറൂസ് എങ്ങാനൊന്ന് മര്യാദക്കായെന്ന് ആക്കി ഇവർക്ക് സഹിക്കുവോ? ഇവരവിടെ ഇടപെട്ടും അവിടെ ഷഹീദാവാനാണ് ഇവർ ജീവിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് റബീഉൽ അവ്വലിലും വഹാബി ട്യൂണുകൾ വരാം, ഇത്തരം കാര്യങ്ങളിലെല്ലാം വരാം. നമുക്കിത്രേ പറയാനുള്ളൂ, അത് നമ്മുടെ വഴിയല്ല. നമ്മുടെ പണ്ഡിതന്മാർ അത് പറഞ്ഞിട്ടുമില്ല. വേണ്ട എന്ന് പണ്ഡിതന്മാർ ഒന്നടങ്കം ഒറ്റക്കെട്ടായി പ്രഖ്യാപിക്കുകയും പറയുകയും പരസ്യപ്പെടുത്തുകയും ചെയ്ത ശേഷം അവരാരും പറഞ്ഞത് വിലവെക്കാതെ കാറ്റിൽ പരത്തി ആരെങ്കിലും ഇവിടെ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അവര് പറഞ്ഞ കേൾക്കാത്ത സംഘത്തിന്റെ അനുയായികളോ ആ സംഘത്തിന്റെ പിന്മുറയിൽ സംസാരിക്കുന്നവർ പ്രവർത്തിക്കുന്നവരോ ആണ്. അപ്പൊ പിന്നെ സുന്നികളായ ആരെങ്കിലും കയ്യിൽ പെട്ടുപോയിട്ടുണ്ടെങ്കിൽ ഇതിന്റെ പിന്നിൽ ഡ്രൈവർ ഇയാളാന്ന് അറിയില്ല. അതറിയാഞ്ഞിട്ട ഡ്രൈവർ ആരാന്ന് അവർക്ക് അറിയില്ല. ഒരു കളി, ഒരു തമാശ, അതെല്ലാത്തിലും ഉണ്ടല്ലോ. നിസ്കരിക്കാൻ പോണ എല്ലാവരും, നിസ്കരിക്കാൻ പോയി വരുന്ന എല്ലാവരും, ഇവരൊക്കെ നല്ല മട്ടത്തിനാണ് പോണേ വരുന്നത്. ഈ പെണ്ണുങ്ങളെ വള്ളി കൊണ്ടുപോകുന്നവർക്ക് അഭിപ്രായം ഉണ്ടോ? അവർക്ക് അഭിപ്രായം ചെല്ലോ. അവരെന്നെ കൊണ്ടുപോകുന്നുണ്ട്, അവർക്ക് തന്നെ അഭിപ്രായം ചെല്ലോ. അപ്പൊ അത് മനുഷ്യത്വം എല്ലാം അങ്ങോട്ട് കൊണ്ടൊക്കെ എല്ലാത്തിലൊക്കെ ഉണ്ടാവും. അതെല്ലാത്തിലൊക്കെ ഉണ്ടാവും. അങ്ങനെയും തെറ്റുകളും പ്രശ്നങ്ങളും വരാം, തിരുത്തണം. അതെല്ലാവരും തിരുത്താൻ ശ്രമിക്കുക എന്നല്ലാതെ ഇത്തരം ആളുകൾ പൈസ കൊടുത്തുണ്ടാക്കുന്ന റബീഉൽ അവ്വലുകളോ ഇത്തരം ക്ലിപ്പുകളോ. പിന്നെ പറഞ്ഞു സുജൂദ്, മക്ബറയിലെ സുജൂദ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഈ സുജൂദ് നല്ല വൃത്തിയിൽ മക്ബറയെ ചെയ്തിട്ട് അതിങ്ങനെ റെക്കോർഡ് ചെയ്ത കറക്റ്റില് മട്ടത്തിന് ഇത് അപ്ലോഡ് ചെയ്യുമ്പോൾ മനസ്സിലാക്കുക, ഇതൊക്കെ വെൽ പ്ലാൻ അല്ലേ. പൈസ കൊടുത്തിട്ട് ഇങ്ങനെ ചെയ്യണം കേട്ടോ, കാല് ശരിക്കും ഒക്കെ ഇങ്ങനെ തിരിയെ, അങ്ങനെ കറക്റ്റ്. അപ്പോഴേ നമ്മൾ കാര്യം സെറ്റാവുള്ളൂ. പൈസ കൊടുത്ത് ചെയ്യിപ്പിക്കാലോ.
എന്തുകൊണ്ട് അങ്ങനെ നമ്മൾ പറയുന്നു? നമ്മൾ ഇത് ചെയ്യാൻ പറഞ്ഞിട്ടില്ലല്ലോ. പണ്ഡിതന്മാരാരും പ്രോത്സാഹിപ്പിച്ചിട്ടില്ല, പറഞ്ഞിട്ടില്ല. അവരൊന്നും പറയാത്തൊരു സംഗതി ചെയ്യുന്നുണ്ടെങ്കിൽ അത് മറ്റാരോ പറഞ്ഞതാണ്. ഇതിനെ പൊളിക്കാൻ ആരാണോ ഇറങ്ങിയത് അവർ പറഞ്ഞ നിർദ്ദേശപ്രകാരമാണ് നടന്നത്. അതങ്ങോട്ട് വിട്ടാൽ മതി. ഇനി അല്ല, നമ്മളെ സ്വീകരിക്കുന്ന ആൾക്കാർ എന്നെ അറിയാതെ ചെയ്യുകയാണെങ്കിൽ അവരൊക്കെ അത് കേൾക്കുന്നു, അവരെല്ലാം അത് തിരുത്തുകയും ചെയ്യും. തിരുത്തണം. ഈ ക്ലിപ്പിടുന്ന ആൾക്ക് അതെന്ന് പറഞ്ഞു കൊടുത്താൽ മതി കേട്ടോ. അള്ളാഹു ഖൽബ് നന്നായി